രാഹുൽ ഗാന്ധി വയനാട് കൂടാതെ മറ്റൊരു മണ്ഡലം റായ്ബറേലിയിൽ കൂടി മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. തീരുമാനമായിരിക്കുന്നു. എന്താണ് പറയുന്നത്? പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒരാൾക്ക് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാം. അത് ഓരോ എല്ലാ സ്ഥാനാർത്ഥികളുടെയും അല്ലെ എല്ലാ വ്യക്തികളുടെയും അവകാശമാണ്. ആ അവകാശം അദ്ദേഹം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ രണ്ടാമതൊരു കാര്യം പറയാൻ ഉള്ളത്, ഈ 2 മണ്ഡലങ്ങളിലും വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് മണ്ഡലത്തിലെ രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള വോട്ടർമാരോടുള്ള ഒരു അനീതിയാകും അതെന്നുള്ളതാണ്. പിന്നെ വയനാട്ടിലെ കാര്യം പറഞ്ഞാൽ, വയനാട്ടിൽ ഈ മത്സരം നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ഇങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ വോട്ടർമാരിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളൊരു നീതികേട് അവിടുത്തെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തിട്ടുണ്ട്. അതൊട്ടും തന്നെ ഒരു രാഷ്ട്രീയ മൊറാലിറ്റിക്ക് ചേരാത്ത ഒന്നാണ്. മത്സരിക്കുന്നുവെങ്കിൽ മറ്റൊരിടത്തു കൂടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അവസാന നിമിഷം വരെ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നാണ് അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇത് കോൺഗ്രസിലെ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ഇതിന് ആശയക്കുഴപ്പം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് വോട്ടർമാരെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ളതാണ്. ഏത് മണ്ഡലത്തിലെ വോട്ടർമാരെ എങ്ങനെയായാലും അവരോട് എങ്ങനെ ചെയ്താലും അത് കുഴപ്പമില്ല എന്നുള്ള അല്ലെങ്കിൽ അവരോട് പ്രത്യേകിച്ച് വയനാട്ടിലെ വോട്ടർമാരോട് അവരോടത് തുറന്നു പറഞ്ഞുകൊണ്ട് ചർച്ചകളങ്ങനെ ഇത് പെട്ടെന്നൊരു ദിവസം എടുത്ത തീരുമാനമായിരിക്കില്ലല്ലോ. ഇത്തരം ചർച്ചകൾ ആ പാർട്ടിക്കുള്ളിൽ ഇതിനു മുന്നേ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനമെടുത്തില്ലെങ്കിൽ പോലും ഇത്തരമൊന്ന് ചർച്ചയിലുണ്ട്, പാർട്ടിയുടെ പരിഗണനയിൽ ഈ വിഷയമുണ്ട് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത ശ്രീ രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു. അദ്ദേഹം അത് നിർവഹിച്ചില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്, റായ്ബറേലി അമേഠി ഒരുപോലെയാണെങ്കിൽ പോലും റായ്ബറേലിയോട് വൈകാരികത കൂടുതലുണ്ട്. അത് ഇന്ദിരാഗാന്ധി മത്സരിച്ച മണ്ഡലമാണ്, സോണിയാഗാന്ധി ജയിച്ചു വന്ന മണ്ഡലമാണ് എന്നുള്ളതാണ്. അല്ല, അത് അങ്ങനെ അദ്ദേഹം പറയുന്നുവെങ്കിൽ, ശ്രീ വേണുഗോപാൽ പറയുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വൈകാരികതയെ ചോദ്യം ചെയ്തതാണ്. രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് വയനാടിനോട് എനിക്ക് വൈകാരികമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ മണ്ഡലത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ആ മണ്ഡലത്തോടൊരു വൈകാരികമായ ബന്ധം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമതും വയനാട്ടിൽ മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികതയെ വെച്ചുകൊണ്ട് ഇങ്ങനെ അതൊരു 10 വോട്ടിന് 2 സീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണോ, അതല്ല ശ്രീ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക അദ്ദേഹത്തിൻ്റെതായ വൈകാരികതയുണ്ടോ? ഈ ശ്രീ വേണുഗോപാൽ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വൈകാരികത തരമനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വൈകാരികതയാണോ എന്ന് കോൺഗ്രസ് പറയണം. ഈ റായ്ബറേലി എന്ന് പറയുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഷുവർ സീറ്റ് നമ്മൾ പരിഗണിക്കുന്നു. കാരണം സോണിയാഗാന്ധിയുടെ ഒരു വിജയ തുടർച്ച അവിടെയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും വിജയിച്ചാൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധി നിൽക്കാൻ സാധ്യത റായ്ബറേലിയിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വയനാട്ടിലുള്ള ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ തീർച്ചയായും പരിഗണനയിൽ വരുന്നുണ്ട്. ഇത് വോട്ടർമാരോട് അല്ല, ഈ സംഭവങ്ങളെക്കുറിച്ച് ഏത് മണ്ഡലത്തിൽ നിൽക്കും, ഏത് മണ്ഡലത്തിൽ അതൊക്കെ കോൺഗ്രസ്സാണ് അത് വിശദീകരിക്കേണ്ടത്. കോൺഗ്രസ് ഈ വിഷയങ്ങളിൽ അതിലെ നിലപാട് ജനങ്ങളോട് സമയബന്ധിതമായി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയെ സംബന്ധിച്ച്, അതിൻ്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് ഇത്തരം വോട്ടർമാരെ കൂടി ഇൻവോൾവ് ചെയ്യുന്നൊരു വിഷയമാണിത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെയോ മാത്രം വിഷയമല്ല, വോട്ടർമാരെ കൂടി ഇതിൽ ഇൻവോൾവ് ആകുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് അവരോടൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും പറയുകയും വേണം. ഉപതെരഞ്ഞെടുപ്പ് അതൊക്കെ ലെറ്റ് us see, wait and see.